നിങ്ങൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ കളങ്കാവലിലെ മ്യൂസിക് ശ്രദ്ധിച്ചിരുന്നോ? അതെ, കളങ്കാവൽ സിനിമയുടെ സംഗീതത്തിന് ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച ഒരു ഇളയരാജ വൈബുണ്ട്. സംഗീത സംവിധായകൻ മുജീബ് മജീദ് 70കളിലെയും 80കളിലെയും തമിഴ് മെലഡികൾക്ക് സമാനമായൊരു ട്രീറ്റ്മെന്റാണ് ഈ പാട്ടുകൾക്ക് നൽകിയിരിക്കുന്നത്. നിലാക്കായം പോലുള്ള പാട്ടുകളിൽ കേൾക്കുന്ന മനോഹരമായ വയലിൻ സ്ട്രിങ്സുകളുടെയും ഫ്ലൂട്ടിന്റെയും ഉപയോഗം പഴയ ഇളയരാജ മാസ്റ്റർ പീസുകളെ ഓർമ്മിപ്പിക്കുന്നു. സിന്ധു ഡെൽസന്റെയും ശ്രീരാഗ് ഭരതന്റെയും ശബ്ദങ്ങൾ ആ കാലഘട്ടത്തിലെ ഗായകരുടെ രീതികളെ അനുസ്മരിപ്പിക്കുന്നു. നമുക്ക് പാട്ടുകൾ ഒന്ന് കേൾക്കാം. നിലാക്കായം എന്ന ഗാനം ശാന്തമായ സ്ട്രിങ്സ് അറേഞ്ച്മെന്റുകളും സിന്ധു ഡെൽസന്റെ മൃദുലമായ വോയിസും കൊണ്ട് ശ്രദ്ധേയമാണ്. ഇത് രാത്രിയിലെ ചന്ദ്രപ്രകാശമുള്ള ഗൃഹാതുരത്വം ഉണർത്തുന്ന പഴയ തമിഴ് മെലഡികൾ പോലെ അനുഭവപ്പെടുന്നു. മന്നനൈ എന്ന സോങ്ങിന്റെ പോയിന്റായ വരികളും നാടൻ ശൈലിയിലുള്ള ബീറ്റുകളും ചേർന്ന് 80കളിലെ റസ്റ്റിക് റൊമാൻസ് ഗാനങ്ങളുടെ ഫീൽ നൽകുന്നു. എൻ വൈഗെ ഒരു മനോഹരമായ ഡിവറ്റാണ്. ഇളയരാജയുടെ പല അനശ്വര ഡിവറ്റുകൾക്കും സമാനമായ ഹൃദയത്തിൽ തട്ടുന്ന ഒരു മാജിക് ഈ ഗാനത്തിനുണ്ട്. അന്തിമാലയിൽ വിഷാദകരമായ ഫ്ലൂട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് 80കളിലെ സിനിമകളിലെ വേദനയും പ്രണയവും നിറഞ്ഞ പശ്ചാത്തല സംഗീതത്തിന്റെ ഒരു പ്രതീതി നൽകുന്നു. നീ മലർകളിൽ റസ്റ്റിക് താളവും ലാളിത്യമുള്ള ഈണവും കാരണം വിന്റേജ് ഇളയരാജയുടെ ഗ്രാമീണ സ്പർശമുള്ള മെലഡികളെ അവസാനമായി റെഡ് ബാക്ക് എന്ന ഗാനം ഒരു ത്രില്ലർ സ്വഭാവമുള്ളതായി അവതരിപ്പിച്ച് ഈ ആൽബത്തിൽ ഒരു നൊസ്റ്റാൾജിക് ട്വിസ്റ്റ് നൽകുന്നു. നിങ്ങൾക്ക് ഈ പാട്ടുകളിൽ ഏതാണ് ഇഷ്ടമായത്? ഇളയരാജയുടെ ഏത് പാട്ടാണ് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന്? താഴെ കമന്റ് ചെയ്യുക.